ഹലോ ഗായ്സ്, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ 30 ഡേയ്സ് ചലഞ്ച് ഈ വരുന്ന തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ട ആദ്യത്തെ ചൂടുവയ്പ്പ് എന്നോണം എൻ്റെ കയ്യിലൊരു ടേപ്പൊക്കെ ഉണ്ട്. അത്യാവശ്യം നമ്മളുടെ കയ്യിൽ വേണ്ട ഒരു സാധനമാണ് ഇത്. ഒരു 10-15 രൂപ അങ്ങനെ എന്താവുള്ളൂ. ഞാനിപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, വെയ്റ്റ് ലോസിൻ്റെ ഒരു ട്രാക്കിലേക്ക് വന്നിട്ട് കുറേ നാളായതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ട്. ഇനി നല്ല ഉറച്ച തീരുമാനത്തോടെ വെയ്റ്റ് ലോസിലേക്ക് വന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു വെയ്റ്റ് മെഷീൻ മേടിച്ചെന്ന് വെച്ചും തെറ്റൊന്നുമില്ല. അത് ഇത്തിരി പൈസ കൂടുതൽ ചിലവുള്ള കാര്യമായതുകൊണ്ടാണ്. ഇനിയിപ്പോൾ അത് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ 10-15 രൂപ കൊടുത്തൊരു ടേപ്പ് മേടിക്കണം. എങ്കിലാണ് നമ്മൾക്ക് വരുന്ന വ്യത്യാസങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത്യാവശ്യം നല്ലൊരു വ്യത്യാസം ഉണ്ടെങ്കിലാണ് നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആളുകൾ പറയണേ ക്ഷീണമായി എന്നൊക്കെ. അതിൽ തന്നെ 2 ടൈപ്സ് ഓഫ് ആൾക്കാരാണ് ഉള്ളത്. എന്താണ്, വണ്ണം കുറഞ്ഞാലും ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് മേലേക്ക് പോയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളോട് ഷെയർ ചെയ്യില്ല. അവർ മനസ്സിൽ പറയും, പക്ഷെ നമ്മളോട് ഷെയർ ചെയ്യില്ല. ചിലവർ പറയും അയ്യോ ക്ഷീണിച്ചു പോയല്ലോ എന്ന്. അപ്പോൾ നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടേപ്പ് നിങ്ങളോട് മേടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളുടെ 30 ഡേയ്സ് വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ ഓരോ സെക്ഷനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1 നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒരു ബുക്കിൽ നമ്മളുടെ അളവുകൾ എഴുതി വെക്കണം. എന്താണ്, സ്റ്റാർട്ടിങ് വെയിറ്റ് എഴുതണം, നെഞ്ചിൻ്റെ അളവ്, കാലിൻ്റെ വണ്ണം, കൈയുടെ വണ്ണം, ഹിപ്പ്, ഇതെല്ലാം ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, എഴുതി നോട്ട് ചെയ്ത് വെക്കണം. ഈ 30 ദിവസത്തിന് ശേഷം നമുക്കിത് വീണ്ടും റീചെക്ക് ചെയ്തിട്ട് എത്ര വ്യത്യാസം വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എന്തായാലും എന്താണ്, വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെയോ 2 ദിവസത്തെയോ ഒന്നും ഒരു ജേണിയല്ല. അതിങ്ങനെ ആകാശം പോലെ നീണ്ടു കിടക്കുന്നതാണ്. കാരണം ഞാൻ 6 മാസം കൊണ്ടൊക്കെ എനിക്കൊരു 19-20 കിലോ കുറക്കാൻ പറ്റി. പക്ഷെ അത് നമുക്ക് അതേപോലെ തുടർന്ന് പോകണമെങ്കിലും നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. എനിക്കതിലൊരു വീഴ്ച പറ്റിയപ്പോഴാണ് ഈ 62 കിലോയിലെത്തിയ ഞാൻ ഇപ്പോഴും കുറച്ച് കിലോ കൂടി നിൽക്കുന്നത്. ആ കിലോ ഞാൻ എന്തായാലും ഇവിടെ പറയാം, നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും അത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ അളവുകളൊക്കെ ഒന്ന് മെഷർ ചെയ്ത് വെക്കാം. ആദ്യം തന്നെ നമ്മളുടെ നെഞ്ചിൻ്റെ അളവാണ് എടുക്കേണ്ടത്. ഈ ടേപ്പ് ഇങ്ങനെ വട്ടം വെച്ചിട്ട് നമ്മുടെ നെഞ്ചളവ് മെഷർ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ മെഷർ ചെയ്തിട്ട് എൻ്റെ അളവൊക്കെ നോട്ട് ചെയ്ത് വെക്കുകയാണ്. കാരണം ഇനി നമ്മൾ റീചെക്ക് ചെയ്യുന്നത് 30 ദിവസത്തിന് ശേഷമായിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് അണ്ടർ ബസ്റ്റാണ്. ടേപ്പിൻ്റെ ഇവിടെ വെച്ചിട്ട് നെഞ്ചിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ അതും നോട്ട് ചെയ്യാം. ഇനി കൈയുടെ വണ്ണം, ഇങ്ങനെ നമ്മൾ നമ്മുടെ ബോഡി പാർട്സൊക്കെ മെഷർ ചെയ്ത് വെക്കണം. നെക്സ്റ്റ് വയറ്. ഒരുപാട് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ച് അളന്നെടുക്കണ്ട. ജസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? വയറ് ഞാനും ഇവിടെ നോട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഹിപ്പ്. നമ്മുടെ ഹിപ്പ് അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ ടൈറ്റ് നമ്മുടെ ഈ കാലിൻ്റെ ഇവിടെ ആയിട്ടാണ് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും മെഷർമെൻ്റ് ഒക്കെ നമ്മൾ നോക്കി അടയാളപ്പെടുത്തി എടുക്കണം. എങ്കിലാണ്
നേരത്തെ പറഞ്ഞതുപോലെ 30 ദിവസം കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ റീചെക്കിൽ എന്തോരം വ്യത്യാസം വന്നെന്ന് അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ വെയിറ്റ് മെഷീനിൽ കയറി നിന്ന് കാണുന്ന വ്യത്യാസം മാത്രമാണ് വ്യത്യാസം എന്ന് ആരും കരുതണ്ട. ഇഞ്ച് ലോസും നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല പോലെ പരിശ്രമിക്കുക. ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്ത് വയ്ക്കുക. പിന്നെ വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 ദിവസം നല്ല ഇൻട്രസ്റ്റും നല്ല ഫോമോട് കൂടിയുമായിരിക്കും. ഒരു 3rd ഡേ 4th ഡേ ഒക്കെ ആവുമ്പോൾ ആദ്യത്തെ ആവേശമൊന്നും ചോർന്ന് പോകരുത്. രാവിലെയും ഉച്ചയ്ക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് വരുമ്പോൾ. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേനും നമുക്ക് നമ്മളുടെ കൺട്രോളൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് ഈ പറയുന്നത്. എല്ലാവരും ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെ ഈ 30 ദിവസം മുന്നോട്ട് പോകാം. ഈ ഓണത്തിന് മുമ്പ് എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ ഒരു 5 കിലോ വരെ കുറക്കാൻ പറ്റും എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ അത് ആദ്യ ചൂടുകളായിട്ടും എന്തായാലും ഓണം വരുമ്പോൾ എല്ലാവരും 1-2 ദിവസം വീണ്ടും ഡയറ്റൊക്കെ വിടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കഴിഞ്ഞു വീണ്ടും നമ്മൾ ഈ ശീലിച്ച് വരാൻ പോകുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ ഇപ്പോൾ എൻ്റെ ഫോട്ടോസൊക്കെ കാണുന്ന പോലെ നിങ്ങൾക്കും ഒരു നല്ല മാറ്റം ഉണ്ടാവും എന്നുള്ളത് 100% ഞാൻ ഗ്യാരണ്ടി പറയുന്നു. എന്തായാലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു ഫിറ്റ്നസ് ട്രെയിനറോ ഇതേക്കുറിച്ച് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെയോ ഒരാളുടെയും ഉപദേശപ്രകാരമോ നിർദ്ദേശപ്രകാരം ഒന്നുമല്ല എൻ്റെ വെയിറ്റ് ലോസിൽ ഞാൻ ഇത്രയും റിസൾട്ട് ഉണ്ടാക്കിയെടുത്തത്. എൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കി ഞാൻ വർക്കൗട്ട് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടായ റിസൾട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.